ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നടൻ സിദ്ദീഖിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഉയർന്ന പരാതി, അതിൽ ഇന്ന് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അപ്പോൾ സിദ്ദീഖ് എന്താണ് ഒളിവിൽ പോയതായിട്ടാണ് വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും എത്ര ഒളിവിൽ പോയാലും അദ്ദേഹം നിയമത്തിന് മുന്നിൽ ഹാജരാവേണ്ടതുണ്ട്. കാരണം ഹൈക്കോടതി കൃത്യമായിട്ട് അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ തള്ളിയത് കൊണ്ട് തന്നെ അദ്ദേഹം ബാക്കി നിയമ നടപടികൾ നേരിടാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇപ്പോൾ അദ്ദേഹം ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇതിൽ മറ്റൊരു ആരോപണ വിധേയനായിട്ടുള്ള കൊല്ലം MLA മുകേഷ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുകേഷിന്റെ 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നാണ് വാർത്തകൾ പറയുന്നുള്ളത്. എന്നിരുന്നാൽ പോലും ഒരു MLA കൂടിയായ വളരെയധികം പ്രിവിലേജ് ഉള്ള അദ്ദേഹത്തെ 3 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്താണ് ചോദിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരായി അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് തന്നെ ജാമ്യത്തിൽ വിടാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ജാമ്യത്തിൽ സ്വന്തം ബോണ്ട് ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ആരോപണ വിധേയരായ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളാണ് സിദ്ദീഖും അതോടൊപ്പം തന്നെ മുകേഷും എന്നുള്ളത്. 2 പ്രധാനപ്പെട്ട താരങ്ങളാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. മുകേഷ് എന്നുള്ളത് ഒരു ജനപ്രതിനിധി കൂടിയാണ്, കൊല്ലം MLA ആണ്, CPM-ന്റെ പ്രധാനപ്പെട്ട അംഗമാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നിരുന്നാൽ പോലും നിയമവ്യവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷണാത്മകമായി നടക്കുന്നു എന്നുള്ളത്, ഇത്തരം ഇടപെടലുകളിലൂടെ നടപടികൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഇനി കൂടുതൽ ആളുകൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പരാതിപ്പെടാൻ മുമ്പിലേക്ക് വരും എന്നുള്ള കാര്യത്തിലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരു നിയമവ്യവസ്ഥയിൽ കൃത്യമായ നടപടികൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ ആരോഗ്യകരമായ കാര്യങ്ങൾ ഉണ്ടായാൽ, ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ ഇത്തരം ആരോപണ വിഷയത്തിൽ ഒക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്താൽ, നടപടി ഉണ്ടായാൽ കൃത്യമായിട്ട് അത് ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസം ഉണ്ടാവുകയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾ അവർ പരാതിയുമായിട്ട് വരാനും തയ്യാറാവുകയും ചെയ്യും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇത് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് ആയാലും മുകേഷ് ആയാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നിയമത്തിന് മുമ്പിൽ ഹാജരായിക്കൊണ്ട് നിയമത്തിന്റെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ നേരിടാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖിന്റെ ഈ ഒളിവിൽ പോക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ സമയം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം തള്ളിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും. സിദ്ദീഖിനാണെങ്കിൽ പോലും അദ്ദേഹം മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ കോടതി ഒരു മുൻകൂർ ജാമ്യം നിരസിച്ചാൽ അദ്ദേഹത്തിന് നിയമത്തിന് മുമ്പിൽ ഹാജരായേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സിദ്ദീഖ് തൽക്കാലം ഒളിവിൽ പോയാലും അദ്ദേഹത്തിന് നിയമത്തിന് മുമ്പിൽ ഹാജരാകേണ്ടി വരും. നിയമ മാർഗത്തിലൂടെ അല്ലാതെ അദ്ദേഹത്തിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഏതായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള 2 ആളുകളെ പറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ ആരോപണങ്ങളുടെ അല്ലെങ്കിൽ പരാതികളുടെ പിൻബലത്തിൽ അവർക്കെതിരെയുള്ള നടപടികൾ കേരളത്തിൽ നടന്നു എന്നുള്ളത് തീർച്ചയായും ആളുകളെ കൂടുതൽ ഇത്തരം വിഷയങ്ങളിൽ ജാഗരൂകരാക്കാനും അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാനും, ഇത്തരം സംഭവങ്ങൾ സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഉണ്ടായാലും ആളുകൾ കൂടുതൽ പരാതിയുമായിട്ട് വരാനും കാരണമായേക്കാവുന്ന സംഭവങ്ങളാണ്. തീർച്ചയായും നിയമപ്രകാരമുള്ള പോരാട്ടത്തിലൂടെ അല്ലാതെ ഇവർക്ക് നിരപരാധിത്വം തെളിയിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർ ബാക്കിയുള്ള നിയമ പോരാട്ടങ്ങൾക്ക് നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. സിദ്ദീഖിന്റെ ഒളിവ് എന്നുള്ളത് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് നിയമത്തിന് മുമ്പിൽ ഹാജരായേ പറ്റുകയുള്ളൂ എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.